ഹായ് ഹലോ ഇതുപോലെ ഓരോ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടാവും ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ടൊന്നും കഴിയൂല, അങ്ങനെയുള്ള ഒരു മനസ്സിനെ മടുപ്പിക്കുന്ന ഓരോ തോട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലോട്ട് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അത് അതിൻ്റെ എൻഡിങ് വരുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സൊക്കെ വല്ലാതെ മടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഓരോ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് സാറ്റിസ്ഫാക്ഷൻ, വല്ലാത്തൊരു ടെൻഷനൊക്കെ ഫ്രീ ആയതുപോലെയാണ്. ഇതുപോലെ ഓരോ ആർട്ടും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും, ഇതിൻ്റെ എൻഡിങ് റിസൾട്ട് കാണാൻ. അതുപോലൊരു ആർട്ടാണ് ഈ സ്റ്റെൻസിൽ ആർട്ട്. ഇതിപ്പോൾ ഒരു സ്റ്റെൻസിൽ ആർട്ടാണ്. ഈ സ്റ്റെൻസിൽ ആർട്ട് വല്ലാത്ത എന്താ പറയുക, അതിൻ്റെ എൻഡിങ് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാൽ കൂടുതൽ മെറ്റീരിയൽസും കാര്യങ്ങളും ഒന്നും ഇതിനാവശ്യമില്ല. ഇതുപോലെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഡോംസിൻ്റെ പാസ്റ്റൽ കളേഴ്സാണ്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉപയോഗിക്കാം. ഞാൻ എൻ്റെ ഒരു ഇത് എന്നെ അനുസരിച്ച് ഉപയോഗിച്ചെന്നുള്ളൂ. പിന്നെ ഇതുപോലെ ഒരു ബ്ലാക്ക് ഇങ്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ട് ഏതൊരു ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയാത്ത ഏതൊരാൾക്കും ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ആർട്ടാണ് ഈ സ്റ്റെൻസിൽ ആർട്ട്, ഡുഡൽ ആർട്ട്. അങ്ങനെയുള്ള കുറച്ച് ഒരു ആർട്ടുണ്ട്. ചിലതിൻ്റെ നെയിമൊക്കെ പറയാൻ ഭയങ്കര കട്ടിയാണ്. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. ഈ എൻഡിങ്ങൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കാണാൻ അത്ര ഇത് തോന്നില്ല, ഇതെന്തപ്പോൾ ജസ്റ്റ് ഓരോ പെയിൻറ്റിങ്ങിന് കളർ കൊടുത്തിരിക്കുക എന്നുള്ള ആ ഒരു മൈൻഡിലായിരിക്കും നമുക്ക് ഭംഗി ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ തോട്ടിങ്ങനെ വരും. പിന്നെ ലാസ്റ്റ് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക, നല്ല സാറ്റിസ്ഫാക്ഷൻ, മൈൻഡൊക്കെ റിലീസാവും. നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ നമ്മൾ ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ അത് പോയി കിട്ടും. പിന്നെ ഓരോ വീഡിയോയിലും പറയുന്നത് പോലെ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.